Good evening. Good evening, sir. Good evening, sir. Good evening, sir. Wait ചെയ്യാവേ എല്ലാവരും ജോയിനിങ് ആയിക്കോട്ടെ. Good evening, sir. Good evening, sir. നിങ്ങൾക്ക് സ്കൂളിൽ മിഡ് ഡേ പരീക്ഷ വല്ലതും തുടങ്ങിയോ? ഇല്ല. ഇല്ല. എന്താ തുടങ്ങണ? ഇല്ല. അതറിയില്ല. തുടങ്ങണ എന്നാ? അറിയില്ല. അറിയില്ല. അറിയില്ല അല്ലെ? വന്നിട്ടില്ല. ഓക്കെ. ചില സ്കൂളുകളിലൊക്കെ അങ്ങനെ പരീക്ഷകൾ തുടങ്ങി. അതുകൊണ്ട് 22-ാം തീയതി തുടങ്ങുന്ന സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി പരീക്ഷയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ്. യൂണിറ്റ് ടെസ്റ്റ് പോലെ എല്ലാ വിഷയത്തിന്റെയും നടക്കുന്നുണ്ട് ഈ ഒരാഴ്ചയായിട്ട്. പല സ്കൂളിലും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞ അതിനനുസരിച്ച് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തു പോയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. എടുത്ത കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഇല്ല. അപ്പൊ നമുക്കൊരു പുതിയ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മള് രണ്ട് വിഭാഗം സീരീസ് പഠിച്ചു അല്ലെ? ഏതൊക്കെ സീരീസാണ് നമ്മൾ പഠിച്ചത്? ആൽഫബറ്റ് സീരീസും നമ്പർ സീരീസും. സീരീസ് വിഭാഗത്തില് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് അല്ലെ? ആൽഫബറ്റ് സീരീസും പഠിച്ചു, നമ്പർ സീരീസ് അല്ലെ? വേറെ ഒരു സീരീസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ലെറ്റർ സീരീസ് ആണ്. എന്ത് സീരീസ് ആണ്? ലെറ്റർ സീരീസ്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്. ലെറ്റർ സീരീസ് എന്ന് പറയാൻ നമുക്കറിയാം. നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പേഴ്സുകൾ അല്ലെ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തു പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പർ സീരീസ് എന്ന് പറഞ്ഞത്. ആൽഫബറ്റ് സീരീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി ആൽഫബറ്റ് ലെറ്റേഴ്സ് ഒരു പർട്ടിക്കുലർ സീരീസിൽ കടന്നു പോവുകയാണ്. അതുപോലെ നമുക്കിവിടെ ലെറ്റർ സീരീസ് ആണ് ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് തരും. ആൽഫബറ്റ് സീരീസിനകത്ത് A to Z വരെ ആയിരിക്കും ഉള്ളത്. അത് വെച്ചിട്ടുള്ള കളികളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന എന്താ പറയാ ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കുറച്ച് ലെറ്റേഴ്സ് തരും. അതൊരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു സീരീസ് പോലെ ആയിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച് അതിന്റെ സീരീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഒരെണ്ണം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിന്റെ പേരാണ് നമുക്ക് എന്താ പറയുന്നത്? ലെറ്റർ സീരീസ്. അപ്പൊ നമ്മൾ നമ്പർ സീരീസ് പഠിച്ചു, ആൽഫബറ്റ് സീരീസ് പഠിച്ചു. അടുത്ത പഠിക്കാൻ പോകുന്ന ലെറ്റർ സീരീസ് ആണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തോളൂ ലെറ്റർ സീരീസ് കേട്ടാ. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ അല്ലെ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ലെറ്റർ സീരീസ്. സ്ക്രീനിൽ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? എ, അത് കഴിഞ്ഞിട്ട് ഒരു ബി ഇട്ടിട്ടുണ്ട്, 2 ഡാഷ് ഇട്ടിട്ടുണ്ട്, 2 എ ഇട്ടിട്ടുണ്ട്, വീണ്ടും 2 ഡാഷ് ഇട്ടിട്ടുണ്ട്, ഒരു എയും ഒരു ബിയും ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതൊരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക? നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലെ? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതൊരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കേ, ഇവിടെ ഉള്ളത് A, അത് കഴിഞ്ഞൊരു ബി ആണ്, 2 ഡാഷ് ഉണ്ട്. ആ 2 ഡാഷ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വിട്ടുപോയ ലെറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് 2A ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും 2 ഡാഷ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു എയും ഒരു ബിയും ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 4 ലെറ്റേഴ്സ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഈ 4 ലെറ്റേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഇത് ഏതോ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിന്റെ പുറത്താണ് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അത് ആ മൂവിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ഇതിന്റെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? പറയാമോ? 4 ഇതുപോലത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇതുപോലെ ലെറ്റേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഇല്ല. ഇല്ല. ഇല്ല, കണ്ടിട്ടില്ല. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഇതാണ്. ഒരു 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടാ. കാര്യം ഇത്തരം 1 മാർക്കാണ് ഒരെണ്ണത്തിന് കിട്ടുന്നത്. ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം 3 എണ്ണോ 4 എണ്ണോ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. എല്ലാ വർഷവും 3 തൊട്ടോ 4 എണ്ണോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കും. അപ്പൊ നമുക്കൊരു 4 മാർക്ക് വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചാൽ കിട്ടുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് കണ്ട് കാണിച്ചു തരുന്നത് എന്താണ് സിസ്റ്റം എന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 എ ഉണ്ട്, കണ്ടില്ലേ? അത് കഴിഞ്ഞാൽ ഇവിടെ വരാൻ വീണ്ടും എന്തായിരിക്കും വരാൻ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും വരാൻ പോകണമായിരിക്കും. ഞാൻ ഇവിടെ ഒരു 3 എ ഉള്ളത് കൊണ്ട് ഇവിടെ പറയുകയാണ്. അടുത്തത് ഇങ്ങനെ നമുക്ക് ഇതിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. ഇതൊരു എ, 3 എ ആണല്ലോ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടൊരു 3 എ ഇട്ടാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ബി ഉണ്ട്. ഇവിടെ 2 ഡാഷ് കിടക്കുക. അത് 2 ഡാഷ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ആലോചിക്കുകയാണ്, ഇവിടെ ഒരു 2 ബി അങ്ങ് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കാം. ഒരു 2 ബി കണ്ടില്ലേ? അതായത് ഞാൻ ഇവിടെ കൊടുത്തു നോക്കി, ഇവിടെ 2 ബി ഇട്ടാൽ ശരിയാവും. കാര്യം 3 എ അതിനു മുമ്പ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു 2 ബി ഇട്ട് കൊടുത്താലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ഇവിടെ ഒരു എന്ത് ഒരു ബിയും കൂടി ആയി അല്ലെ, 3 എയും 3 ബിയും ആയി. പിന്നെ ഇവിടെ 2 എ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒന്നുകൂടി ആലോചിച്ച് നോക്കി. ഇവിടെ 2 എ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 2 ബി ഇട്ട് കൊടുത്താലോ എന്ന് ചിന്തിക്കുക. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, 2 എ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, 2 ബി ഇട്ട് കൊടുത്തു. വീണ്ടും ഇവിടെ എന്തുണ്ട്, ഒരു എ ഉണ്ട്, ഒരു ബി ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഒരു എയും ഒരു ബിയും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ എഴുതി വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണുന്നുണ്ടോ? ഞാനത് ഫില്ല് ചെയ്തു. ഇവിടെ 3 ബി 2 ബി ഇട്ടുണ്ട്, ഇവിടെ 2 ബി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ബി ഇട്ടാൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വരുമോ? ആദ്യത്തെ അക്ഷരം 3 വട്ടം ഉണ്ട്, പിന്നെ 3 വട്ടം, പിന്നെ 2 വട്ടം 2 വട്ടം, ഒരു വട്ടം. ആ, അത് തന്നെയാണ് പറഞ്ഞത് അല്ലെ. ആദ്യത്തെ ലെറ്റേഴ്സ് എന്ത് വരും, 3 വട്ടമുണ്ട്. അത് കഴിഞ്ഞ് അതേ ലെറ്റേഴ്സിന് 2 വട്ടമായി. പിന്നെ അതായത് ആദ്യത്തേതിനകത്ത് 3 എയും 3 ബിയും വരുന്നു. ഈ 3 എയും 3 ബിയും വരുന്നവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, കണ്ടില്ലേ? അടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് 2 എയും 2 ബിയും, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോ ഒരു എയും ഒരു ബിയും, കണ്ട? അപ്പം ആദ്യത്തെ 3 എ 3 ബി, അതിന് 2 2 ബി, അതിന് ഒരു ബി. അവിടെ ഒരു റിലേഷൻഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ടാ. ഇതാണ് നമുക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലായി. ഇവിടെ ഫില്ല് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിന്റെ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. കാര്യം ഇത് നമ്മൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് പഠിക്കുന്നതിൽ ഇച്ചിരി പാടുള്ള എന്ന് തോന്നുന്ന ഒരു വിഷയം ഇത് തന്നെയാണ് കേട്ടോ. ഇത് ഇച്ചിരി പാടായിട്ട് നമുക്ക് തോന്നും കാണുമ്പോഴത്തേക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്റ്റെപ്പുകളൊന്ന് എഴുതി വെക്കുക. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്, കണ്ടല്ലേ? 3 സ്റ്റെപ്പ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് വരേണ്ടത് 3 എ 3 ബി, ഇതിന്റെ റിലേഷൻഷിപ്പ് ആയിട്ടാ സൊല്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 3 എയും 3 ബിയും. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിട്ട് 2 എയും 2 ബിയും. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 1 എയും 1 ബിയും. ഒന്ന് പെട്ടെന്ന് തന്നെ എഴുതിക്കുക. ആൻസർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ആൻസർ. 4 ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ സംശയം? ഇല്ല. ഇല്ല. ഇർഫാൻ ഏതാ? ഈ 4 ബി കിട്ടിയില്ല, മനസ്സിലായില്ല. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, എനിക്ക് ക്ലിയർ ആയില്ല അങ്ങോട്ട്. ഈ 4 ബി എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. 4 ബി എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. ഇവിടെ ഈ ആൻസർ ഇട്ടിരിക്കുന്ന 4 ബി അല്ലേ? ആണോ? അത് എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ എന്റെ സൊല്യൂഷൻ കണ്ട. ആദ്യത്തെ സ്റ്റെപ്പിൽ 3 എയും 3 ബിയും. അപ്പൊ ഇവിടെ 3 എ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബി ആണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. സീരീസ് ഇതാണ്, 3 ബി ആ. ഇവിടെ എത്ര ബി ഉണ്ട്? 3. അല്ല, ഇവിടെ എത്ര ബി ഉണ്ട്? ഒരു ബി അല്ലേ ഇട്ട് തന്നിട്ടുള്ളൂ. ആ, 2 നമുക്ക് 2 ഡാഷിൽ കിടക്കുന്നത്. ആ 2 സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, 2 ബി ഇട്ട് കൊടുത്തു. കണ്ടോ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് തീർന്ന. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ എഴുതിയിട്ടിരിക്കണ്ട സൊല്യൂഷൻ കണ്ട, 3 എ 3 ബി. അപ്പൊ ഇവിടെ 3 എ ആയി 3 ബി ആയി. ശരിയായില്ലേ? ശരിയായി. അപ്പൊ ഒന്നാമത്തെ ഇത് തീർന്നു, കണ്ടില്ലേ? തീർന്നു. പിന്നെ ഉള്ളത് 2 എ. ഇവിടെ നോക്കിയേ, 2 എ ആണ്. 2 ബി ആണ് പിന്നെ വരേണ്ടത്.
ഇവിടെ 2A ഓൾറെഡി ഉണ്ടല്ലോ. ഇനി 2B വരണ്ടേ? 2B ഇവിടെ ഇടണ്ടേ? മനസ്സിലായോ? ഇവിടെ ഈ കിടക്കുന്നതാണ് 2Aയും ഇവിടെ കിടക്കുന്ന സാധനമാണ് ഇനി നമുക്ക് ഫില്ല് ചെയ്യാൻ പോണ്ടത്. 2Aയും 2B ആണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. അതിൽ 2A ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് 2B വേണം. ആ 2B നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുവാണ്. ക്ലിയർ ആയില്ലേ? പിന്നെ ഒരു Aയും ഒരു Bയും ആണ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഓരോന്ന് കുറഞ്ഞു പോവുക. ഒരു Aയും ഒരു Bയും ആ. അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. വല്ല ഫില്ല് ചെയ്യാനുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്തത് 4B ആണ്. 4B ഫില്ല് ചെയ്തത് കൊണ്ടാണ് ആൻസർ 4B എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഒരു ബിയുടെ സ്ഥാനത്ത് ഒരു എ ആണ് ഫില്ല് ചെയ്യണമെങ്കിൽ ആ ആൻസറിന്റെ അവിടെ എന്ത് മാറും? നമ്മൾ എന്താണോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് 4B എന്ന് പറഞ്ഞത്. നമ്മളിവിടെ 4B ആണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഇല്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സിദ്ധാർത്ഥ ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. വിജീഷ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ ഇത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇതിന്റെ സീരീസ് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ റിലേഷൻഷിപ്പ് നിങ്ങൾ ബുക്കിൽ എഴുതി മേടിക്കണം കേട്ടോ. റിലേഷൻഷിപ്പ് എഴുതണം. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എഴുതിയെടുത്തോ? എഴുതിയെടുത്തു. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. നോക്കിയ ക്വസ്റ്റ്യൻ കണ്ട BA ഡാഷ് BA അത് കഴിഞ്ഞ് 2 ലെറ്റേഴ്സ് ഫില്ല് ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞോ? ഏതാ? എന്നോടാണോ പറയുന്നത്? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള സമയത്ത് മാത്രം മൈക്ക് ഓൺ ചെയ്യുക. അല്ലാത്ത സമയത്ത് മ്യൂട്ട് ചെയ്ത് വെക്കുക. കാര്യം ഇത് റെക്കോർഡർ ആണ്. നിങ്ങളുടെ വീട്ടിൽ ഒച്ചയൊക്കെ അതിനകത്ത് കയറും. അതുകൊണ്ടാണ് കേട്ടോ. നോക്കിയേ, BA ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. വീണ്ടും BA ഉണ്ട്. വീണ്ടും 2 ഡാഷ് ഉണ്ട്. 2B ഉണ്ട്. 2A ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. 3B ഉണ്ട്. അത് കഴിഞ്ഞ് 2 ഡാഷ് ഉണ്ട്. അത് കഴിഞ്ഞ് 2A ഉണ്ട്. അപ്പൊ ഇതൊരു ഏതോ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ ഇത് മൂവ് ചെയ്ത് പോവുകയാണ്. ആ റിലേഷൻഷിപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് നടന്നില്ല എങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് തരും. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം. എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുറച്ചുപേര് ശ്രമിക്കുന്നു, കുറച്ചുപേര് ശ്രമിക്കാതിരിക്കരുത്. പറഞ്ഞോളൂ. കിട്ടി? പറഞ്ഞ എന്താണ് ആൻസർ പറയൂ. ആദ്യത്തെ ലെറ്റർ എയോ? ഫില്ല് ചെയ്യേണ്ടതാണോ? ഫില്ല് ചെയ്യേണ്ട ആദ്യത്തെ ലെറ്റേഴ്സ് ബിയോ? ബി. അടുത്തത് എ. അടുത്തത് ബി. അടുത്തത് ബി. ബിയോ? ബി. പിന്നെ ബി. അവിടെ എന്തായിരിക്കും ഇതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്? എന്തായിരിക്കും? രണ്ടെണ്ണം വെച്ചിട്ടാണ്. ഏതാണ്? അങ്ങനെ ആദ്യത്തത് ഇത് 2 എണ്ണമാണോ പറയുന്നത്? ബിയും എയും ആണോ ആദ്യം വരുന്നത്? ആദ്യം ബിയും എയും വന്നു. പിന്നെ 2Bയും 2Aയും. അടുത്തത് 2B അല്ലെ? 2Bക്കും 2Aയും വരുന്നു. ഇങ്ങനെ വരുന്നു അല്ലെ? പിന്നെ 3Bയും 3Aയും. അടുത്തത് ഇങ്ങനെ 3Aയും 3Bയും കൂടി വരുന്നു അല്ലെ? പിന്നെ 4Bയും 4Bയും 4Aയും വരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ കുറച്ച് പേർക്ക് ഇത് കണ്ടുപിടിച്ച് ആൻസർ കിട്ടി. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു കേട്ടോ. കുറെ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിന് ആൻസർ എന്ത് ചെയ്തിട്ടില്ല, അവർ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ബുക്കിൽ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, കണ്ടുപിടിക്കണം. മറ്റുള്ളവർക്ക് കിട്ടിയോ ആൻസർ? സാറേ മനസ്സിലായില്ല.
മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഇവർ പറഞ്ഞെന്താണെന്നറിയാമോ? ഇതിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? ഇവർ പറഞ്ഞത് ഇതാണ്. അതായത് ആദ്യത്തെ സ്റ്റെപ്പില് ഒരു ബിയും ഒരു എയും, അത് ഇവിടെ ആദ്യത്തെ വട്ടം വരച്ചിരിക്കുന്നതിനകത്ത് കണ്ട ഒരു ബിയും ഒരു എയും, ശരിയല്ലേ? മനസ്സിലാകാത്തവർ കാണണം. ഒരു ബിയും ഒരു എയും ഉണ്ട്, അതാണ് ആദ്യത്തെ വട്ടം വരച്ചിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 2 ബി 2 എ, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 ബി 3 എ, അടുത്തത് 4 ബി 4 എ. അതായത് ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും ഒരു ബിയും ഒരു എയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കേ, ഇവിടെ ശരിയാണോ നോക്കി. ഒരു ബിയും ഒരു എയും ആദ്യത്തെ സ്റ്റെപ്പിനകത്തുണ്ട്. രണ്ടാമത്തെ 2 ബി ആണ് വരേണ്ടത്. അതിൽ ഒരു ബി ഇവിടെ ഓൾറെഡി ഉണ്ട്, കണ്ട. 2 ബി വരേണ്ടതുകൊണ്ട് ഒരു ബി അവിടെ എന്ത് ചെയ്തു, ഫില്ല് ചെയ്ത് കൊടുത്തു, കണ്ട. അത് കഴിഞ്ഞ് 2 എ തന്നെ ഇവിടെ, 2 എയിൽ ഒരേ ഉണ്ട് ഇവിടെ ഓൾറെഡി, ഒരേ കൂടി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ 2 ഭാഗവും എന്ത് ആയി, ക്ലിയർ ആയോ? അതിന് സംശയം ഉണ്ടോ? ഇല്ല. ഇല്ല. മൂന്നാമത്തെ സ്റ്റെപ്പില് 3 ബി 3 എ ആണ് കിടക്കുന്നത്. അതില് 2 ബി ഇവിടെ ഉണ്ട്, ഒരു ഡാഷാ ഉള്ളത്. അതുകൊണ്ടാണ് അവർ ആ മൂന്നാമത്തെ വളയത്തിൽ എന്ത് ചെയ്തത്, ഒരു ബി അവർ ഇട്ട് കൊടുത്തു, കണ്ട. 2 ബി ഇവിടെ ഉണ്ട്. പിന്നെ 3 എ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ ഈ 3 എ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കണം, ഇപ്പുറത്ത് ചിലപ്പോൾ 3 ബി ഇട്ടാ വരും, കണ്ട. ഇവിടെ ഒരു ബി ഉണ്ട്, അപ്പൊ ഇവിടെ 2 ഒരു എയും ഒരു ബിയും ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റണം. അത് കുറെ ഇപ്പൊ ആദ്യം ചെയ്തവർക്ക് ചിലപ്പോൾ കിട്ടാത്തേക്ക് വരുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ കുറെ നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പിടിക്കാൻ പറ്റും. നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ കണ്ട 4 ബിയും 4 എയാ, കണ്ട. ഇവിടെ 3 ബി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മളൊരു ബി ഫില്ല് ചെയ്ത് കൊടുത്തത്. 2 എ ഇവിടെ ഉണ്ട്, 2 എ ഫില്ല് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ 2 എ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ സീരീസ് കറക്റ്റ് ആയി. പെട്ടെന്ന് എഴുതിയെടുത്തേ. ഇനി മനസ്സിലാത്തവരുണ്ടോ? ഇല്ല. ഇനി ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞോണം കേട്ടോ. അജ്വ എന്നാണോ പേര് എഴുതിയിരിക്കുന്നത്? എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങള്? മനസ്സിലായി. ഓക്കെ. സന മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ വിളിക്കുന്നില്ല, എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒന്ന് എഴുതിയെടുത്തേ, പെട്ടെന്ന് എഴുതിയെടുത്തേ. എഴുതിയെടുത്ത്. എഴുതിയെടുത്തു അല്ലെ? മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മൈക്ക് ഓൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ മൈക്കിന്റെ ഒരു മൈക്രോഫോണിന്റെ പടം അതിനകത്ത് കൊടുത്തിട്ടില്ലേ, അകത്തെ പിടിച്ച് ഞെക്കിയാൽ മതി കേട്ടോ, മൈക്ക് ഓൺ ആവും. ഇവിടെ ഞാൻ എല്ലാവരുടെയും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കാണ് അവിടെ നിന്ന് മ്യൂട്ട് ചെയ്യാനും പറ്റും. നിങ്ങളുടെ അതിലുള്ള മൈക്കിന്റെ പടത്തിൽ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാനിത് മാറ്റിക്കോട്ടെ? എഴുതിയില്ല? ഞാനത് തൂക്കുവാണേ. ഓക്കെ. അങ്ങനെ ഇത് ചെയ്തോ. ഇത് എല്ലാവരും ചെയ്ത് കാണിക്കണം കേട്ടോ. ABCA ഡാഷ് BCAAB ഡാഷ് CA ഡാഷ് BBC. എന്തായി, കിട്ടിയോ? ട്രൈ ചെയ്തോണ്ടിരിക്കണം. ട്രൈ ചെയ്തു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആരും ഇതായിരിക്കരുത്. സനക്ക് കിട്ടിയോ? സന ട്രൈ ചെയ്തോണ്ടിരിക്കണം. ട്രൈ ചെയ്യൂ. ആമിന സാറേ കിട്ടി. ABC ഉണ്ട്. ഫില്ല് ചെയ്തതാണോ പറയുന്നത്? ഫില്ല് ചെയ്യണത് A B
എ എ സി സി. ഓക്കെ, ശരിയാണ്. മറ്റുള്ളവര് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഒരാള് ABAC എന്ന് പറഞ്ഞു, അത് ശരിയാണ്. നിങ്ങൾ സാറേ. കിട്ടാത്ത ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റിലേഷൻ എഴുതിക്കേ. സാറേ കിട്ടി. ആ, ABAC ആണോ കിട്ടിയത്? ആ ഓക്കെ. ABAC എന്ന് കിട്ടാത്ത ആൾക്കാര് പെട്ടെന്ന് ഒന്നുകൂടി ട്രൈ നോക്കി. ABAC എന്ന് പറഞ്ഞത് ശരിയായ ആൻസർ ആണ്. അത് കിട്ടാത്ത ആൾക്കാര് ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യുക. അവര് പറയുക, കിട്ടിയില്ലെങ്കിൽ കിട്ടി, നോക്കി കിട്ടിയില്ല എന്ന് പറയുക കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് എഴുതി നോക്കിയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എഴുതി കാണിക്കണം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ABAC എന്ന് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? സാർ എനിക്ക് കിട്ടണില്ല. നിനക്ക് കിട്ടുന്നില്ല? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിന്റെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നിനക്ക് ആലോചിച്ചിട്ട് എന്ത് കിട്ടി? എന്തെങ്കിലും ആലോചിച്ചോ? ആദ്യത്തെ സ്റ്റെപ്പ് എത്ര വരും എന്ന് പറയാം. കിട്ടാത്ത ആൾക്കാർ പറഞ്ഞേ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ഇവിടെ ഒരു എയും ഒരു ബിയും ഒരു സിയും ഓൾറെഡി കിടപ്പുണ്ട്. പിന്നെ തുടങ്ങുന്നത് എയല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കും വരേണ്ടത്? ആലോചിച്ചോ, കിട്ടാത്തവർ ആലോചിക്കും. നമ്മുടെ മൈൻഡ് ആലോചിക്കുക. മൈൻഡ് കൊണ്ട് ആലോചിച്ച് നോക്കണം. മെന്റൽ എബിലിറ്റി ആ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളത് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വരേണ്ടത്. അല്ലാതെ നമ്മൾ പുസ്തകത്തിലുള്ളത് അതുപോലെ കാണാതെ പഠിക്കുന്ന പരിപാടിയല്ലേ ഇത്. ഇത് നമ്മുടെ മൈൻഡ് ഒന്ന് വർക്ക് ചെയ്യിക്കണം, നമ്മുടെ തലേന്ന് വർക്ക് ചെയ്യിക്കണം. എന്തായിരിക്കും അതിനകത്ത് പിന്നീട് വരേണ്ടത് നോക്കിക്കേ. ആ ഒരു എയും ഒരു ബിയും ഒരു സിയും കിടന്നാൽ പിന്നെ വരുന്നത് എ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരേണ്ടി വരും? കിട്ടാത്തവർ പറയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് വരേണ്ടി വരും? കിട്ടിയവര് പറയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? ഫസ്റ്റ് സ്റ്റെപ്പിൽ ABC എയും ബിയും സി കഴിഞ്ഞാൽ വീണ്ടും എ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു എ ഒരു ബി ഒരു സി എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് വരും? ABC വരെ വരുള്ളൂ. കാര്യം എന്താ അറിയോ? വീണ്ടും ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഒന്നാമത്തിനകത്ത് ഒരു എ ഒരു ബിയും ഒരു സിയും ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 2 എ പിന്നെ വന്നിട്ട് ഒരു ബി ആ വരുന്നത്, ഒരു സി ആ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ലെറ്റർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ആ അഡീഷണൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ ലെറ്റർ 2 എണ്ണമായി. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, 2 എ ഒരു ബി ഒരു സി. കാരണം അവിടെ കൊണ്ട് നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ 2 എ വരുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ഇവിടെ കൊണ്ട് നിർത്തിയത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? 2 എ കണ്ടാ, ഇവിടെ 2 എ വന്നായിരുന്നു അല്ലെ? ആ 2 എ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു ബി കിടപ്പുണ്ട്, വീണ്ടും ഒരു ഡാഷാ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത ലെറ്റേഴ്സിന്റെ ഒരെണ്ണം കൂടി ആഡ് ചെയ്തു. 2 എ 2 ബി ഒരു സി. വീണ്ടും എ വന്നതുകൊണ്ട് നമ്മൾ അതാണ് അവിടെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഇട്ടു. കണ്ടാ, 2 എ 2 ബി ഒരു സി. അപ്പൊ ആദ്യത്തെ ഒരു എയും ഒരു ബിയും സിയും ആയിരുന്നു. രണ്ടാമത്തെ ആയപ്പോ 2 എയും ബിയും ഒരു സിയും ആയി. മൂന്നാമത്തെ ആയപ്പോഴത്തേക്കും 2 ബി ഒരു സി ആയി. അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ വരും? 2 A B C 2 വരും, 2 ബി വരും, 2 സി വരും. ആ ഒരു സി അവിടെ ഉള്ളു, അതുകൊണ്ട് നമ്മൾ ഒരു സി കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ ശരിയായില്ലേ? ശരിയായോ? അപ്പൊ കിട്ടാത്ത ആൾക്കാർ അതിന്റെ സൊല്യൂഷൻ പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻ എഴുതിയെടുക്ക്. കിട്ടാത്ത ആൾക്കാർ പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻ എഴുതിയെടുത്തോട്ടെ. സ്റ്റെപ്പായിട്ട് എഴുതിയെടുക്കും. ഇതുപോലെ എഴുതിയെടുക്കും. ആദ്യത്തിനകത്ത് ഒരു ബി ഒരു സി. രണ്ടാമത് വന്നപ്പോ 2 ഒരു ബി ഒരു സി. മൂന്നാമത് വന്നപ്പോ 2 ബി ഒരു സി. മൂന്നാമത് വന്നപ്പോഴത്തേക്ക് എന്താണ്? 2 ബി 2 സി. പെട്ടെന്ന് എഴുതിയെടുത്തു. ഇത് വേണം കേട്ടോ, നിങ്ങളുടെ ബുക്കിലെ ഇതിന്റെ റിലേഷൻഷിപ്പ് കാണണം കേട്ടോ. ഒരു മിനിറ്റ് മാറിപ്പോ എടുത്തു വെക്കാവേ. ഇതായിരുന്നു കാണിച്ചത്.
കാണാമല്ലോ അല്ലേ? കാണാം. ഇത് എഴുതിയോ? വായിച്ചോട്ടെ. ഇത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഇത് ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് മനസ്സിലാകാത്തവര്, അതായത് ആൻസർ ഇതുവരെ കിട്ടാത്ത എത്ര പേരുണ്ട്? ഇതിന്റെ ആൻസറുകൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്തവര്, പിന്നെ ചെയ്യാൻ പറ്റാത്തവര് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. എല്ലാവർക്കും ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിൽ 13 പിള്ളേർ ഇരിപ്പുണ്ട്. 15 പേരാണ് പാർട്ടിസിപ്പേഷൻ കാണിക്കുന്നത്. 2 എണ്ണം ഞാൻ എന്റെ തന്നെ സിസ്റ്റങ്ങളാണ്. അതിൽ പോയിട്ട് 13 പേരുണ്ട്. 13 പേരും നമുക്ക് ഇതിന് ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇതിൽ 3 മാർക്ക് 4 മാർക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കിയേ. ഇതിനെല്ലാവരും ആൻസർ പറയണം കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ആൻസർ പറയുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയ സാധനമാണ്. ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. മിൻസ്റ്റാഫ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറേ ഉത്തരം കിട്ടി. ആ പറഞ്ഞോ. MNN ഡാഷിന്റെ അവിടെ NM. ഒരു മിനിറ്റ് ഞാനിന്ന് എടുത്തോട്ടെ, എടുത്തോട്ടെ എഴുതാനുള്ളത്. ആ പറഞ്ഞു. ഫില്ല് ചെയ്യേണ്ട എന്നൊക്കെ M. ആ പിന്നെ NN ലാസ്റ്റ് N. മൂന്ന് N. അപ്പോൾ ആദ്യത്തെ N, പിന്നെ M, പിന്നെ 2 N, N. ഇങ്ങനെയാണോ എല്ലാവരും കിട്ടിയത്? കിട്ടി. അപ്പൊ മനസ്സിലായില്ല സാറേ, മനസ്സിലായില്ല. പറയാം. എന്തോ ഒരു എഴുതിയാള് പറയാം. എന്ത് വരും? സീരീസ് എന്ത് വരും? എന്താണ് എന്റെ സീരീസ്? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് നീ പറയുന്നുണ്ട്. പക്ഷെ നിനക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഈ തിരിച്ചു പറയണമെങ്കിൽ നീ ചെയ്യേണ്ടത്, നിന്റെ ജോയിൻ ഓഡിയോ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണല്ലോ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നിന്റെ ഒരു മൈക്കിന്റെ പടം കാണാം.
അതിൽ ഒരു മൈക്കിന്റെ പടത്തിൽ ഒരു വെട്ടും കാണാം. കണ്ട ആ മൈക്കിന്റെ പടത്തിൽ പിടിച്ചെന്ത് ചെയ്താൽ മതി, മൈക്രോഫോൺ പോലത്തെ സാധനം കാണാൻ മേലെ അവത്തിൽ പിടിച്ചെന്ന് ഞെക്കി കഴിഞ്ഞാൽ ആ വെട്ടങ്ങ മാറും. വെട്ട് മാറിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും, നിനക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. പറയൂ സീരീസ് പറയൂ. സാറേ MNN അവിടെ MNN അത്രയും MNN പിന്നെ അതുകൊണ്ട് ഒരു N വന്നു. NN 3 ഇത് കൊണ്ടൊന്നും തീർന്നു. പിന്നെ പിന്നെ NMMN അല്ല സാറേ ഒരു എമ്മും രണ്ടെന്നും പിന്നെ നീ പറഞ്ഞ M വരെ അല്ല സാർ അതല്ലേ MNN NM അത്രയും NM MN ഇത്രയോ? അല്ലല്ല സോറി തെറ്റിപ്പോയി. ഇത്രയും നമുക്ക് തല കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത്? MNN NM അത്രയും ഒരെണ്ണം MNN NM ഫസ്റ്റ് അതൊരിത് MNN NM ഇത്രയും അതാണ് അതായത് ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് എന്തോരം വരണം? അഞ്ചാമത്തെ M വരെ M വരണം. അല്ല N വരെ മതി. N വരെ മതി. ഇത്രയും മതി എന്നാ പറയണം അല്ലേ? MNN ആണോ? അപ്പൊ അടുത്തത് M 2M ആകും. അടുത്തതിലോ NN ലാസ്റ്റ് N വരെ M 2M 2N പിന്നെ ചെയ്യും അത് വേണ്ട N വരെ 2M 3N അപ്പൊ 3N ആയില്ലേ? 3N വരും. അപ്പൊ ഇവിടെ 2N വന്നു, ഇവിടെ 3N വന്നു അല്ലെ? പിന്നെ MM തൊട്ട് MM 2N 1N വരെ. അതിനേക്കാളൊക്കെ നല്ലതല്ലേ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ മേലെ? വേറെ രീതി പറയട്ടെ. വേറെ രീതി പറ. പറഞ്ഞോ സാറേ. MNN NM ഒരു M ഒരു M ഇവിടെ M ഇടണം അല്ലേ? ഇവിടെ M ആണോ? അവിടെ N. ഒരു മിനിറ്റ് ഇട്ടോട്ടെ, ഞാൻ നേരത്തെ മാറിയാ വായിച്ചു പോയി. അതാ എന്നും ഇവിടെ M ആണ് ഇടേണ്ടത്. പിന്നെ ഇവിടെ N അത് റിലേഷന് N പിന്നെ N. അപ്പം ആദ്യത്തെ എവിടെ വരെ വരണം? MNN ഇവിടെ വരെ വന്നോ? ഇതാണോ ഉദ്ദേശിച്ചത്? രണ്ടാമത്തേനകത്തോ? M ഇവിടെ വരെ വന്നോ? അത് തന്നെ ചെയ്യോ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാം ഒരുപോലെ ഇരിക്കും. എല്ലാം എന്തായിരിക്കും? ഒരുപോലെ ഇരിക്കും. ശരിയാണ്. MNN അല്ലെ? M കഴിഞ്ഞ് 3N ഉണ്ട്, ഒരു M ഉണ്ട്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. M കഴിഞ്ഞ് 3N ഉണ്ട്, ഒരു M ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ കിട്ടാത്ത എത്ര പേരുണ്ട്? നേരത്തെ പറഞ്ഞതിനേക്കാളും നല്ല റിലേഷൻ ഇതാ. കണ്ട എല്ലാം സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിടക്കും. ഇതുപോലെ തന്നെ ഇതായിരിക്കും വരേണ്ടത്. ഒന്നാം സ്റ്റെപ്പില് MNM, രണ്ടാം സ്റ്റെപ്പില് M 3N ഒരു M 3N ഒരു M, അങ്ങനെ എല്ലാം ഒരേ സ്റ്റെപ്പ് പോലെ കിടക്കണം. അത് അതിന്റെ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഇതാണ്. ഒരു മാറ്റവും ഇല്ല. ഇതിന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ?
മിൻസാഫെ നിന്റെ പ്രശ്നം മാറിയാ? നിന്റെ മൈക്രോഫോണിന്റെ അതെങ്ങനെ നിനക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരുന്ന മനസ്സിലാണല്ലോ. അത് ഈ മൈക്രോഫോണിന്റെ പടം ഏറ്റവും താഴത്തായിട്ടേ നിങ്ങളുടെ ഏറ്റവും താഴത്തെ ബാറിൽ ഒരു മൈക്കിന്റെ പടം നിനക്ക് കാണാം. ആ മൈക്കിന്റെ പടത്തിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓൺ ആവും അത്. അപ്പൊ ഇത് എഴുതിയെടുത്തോ, മാറ്റിക്കോട്ടെ. മിൻസാഫേ, നിനക്ക് ഫസ്റ്റ് നിന്റെ സ്ക്രീനിലെ ഏറ്റവും താഴത്തായിട്ടേ നിനക്ക് കിട്ടുന്നില്ലെന്നല്ലോ പറഞ്ഞ, ഏറ്റവും താഴത്തായിട്ട് ആദ്യം കിടക്കുന്ന ഒരു മൈക്കിന്റെ പടമാണ്. അതിനകത്ത് മ്യൂട്ടും അൺമ്യൂട്ടും ഉണ്ട്. ഇപ്പൊ നീന്റെ കിടക്കുന്നത് ഒരു മൈക്കിന്റെ പടം കൊടുത്തിട്ട് അതിനൊരു റെഡ് വര കിടപ്പുണ്ടാവും, അതിന്റെ താഴെ അൺമ്യൂട്ട് എന്നായിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞാൽ ഒരു വീഡിയോ, സ്റ്റാർട്ട് വീഡിയോ എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ വെട്ടിട്ടിരിക്കുന്നതായിരിക്കും. നിനക്ക് വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. മൈക്ക് ഓൺ ചെയ്യണമെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള മൈക്കിന്റെ പടത്തിൽ ഓപ്പൺ ചെയ്താൽ മതി. ഏറ്റവും താഴത്തായിട്ട് കേട്ടോ, നമ്മുടെ ടൂൾ ബാറിന്റെ ഏറ്റവും താഴത്ത് ആദ്യം കാണുന്നതാണ് മൈക്ക്, രണ്ടാമത്തത് വീഡിയോ ഓൺ ചെയ്യാനുള്ളത്, മൂന്നാമത്തത് സെക്യൂരിറ്റി, നാലാമത്തത് പാർട്ടിസിപ്പേഷൻസിൽ കാണാനുള്ളത്. അപ്പൊ ആദ്യത്തേനകത്തുള്ളതാണ് മ്യൂട്ട്. അത് മാറ്റിയാൽ മതി കേട്ടോ. മനസ്സിലായടാ? ഇനി മനസ്സിലായില്ലെങ്കിൽ നീ ചാറ്റ് ബോക്സിൽ ചെയ്യും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സിൽ എന്തിൽ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സിന്റെ വീഡിയോകൾ കംപ്ലീറ്റ് ഞാൻ അയച്ചു തരുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ആപ്പിലുണ്ട്, ആപ്പിന്റെ ആക്സസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. ആപ്പിന്റെ നിങ്ങളെല്ലാവരും ആപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കയറ്റിയിട്ടില്ല. അപ്പൊ ആപ്പിന്റെ നമുക്കൊരു സ്വന്തമായിട്ടൊരു ആപ്പുണ്ട്. ആപ്പിനകത്ത് എല്ലാ വീഡിയോസും നമുക്ക് ഓൾറെഡി ഇടും ഞാൻ. അത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ടല്ലോ. റെക്കോർഡഡ് വീഡിയോയുടെ ലിങ്ക് എല്ലാം അയച്ചു തരുന്നുണ്ട്. കിട്ടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നിങ്ങൾ എന്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ഈ ഇതിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. ഞാനൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് പോലെ ആയിരിക്കില്ല കിടക്കുന്നത്. എന്റെ ഫോണിൽ മാത്രമേ ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്താണ്, ഇൻഡിവിജ്വൽ മെസ്സേജ് ആയിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ഞാനിടുന്ന കാര്യങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ എന്റെ നമ്പേഴ്സ് എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം റെക്കോർഡഡ് വീഡിയോ കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യത്തില് ഫോണിൽ എന്ത് ചെയ്യുന്നില്ല, എന്റെ നമ്പർ സേവ് ചെയ്യാത്തതുകൊണ്ടാണ് കിട്ടാത്തത് കേട്ടോ. ഫോണിൽ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ മതി. എല്ലാത്തിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ലിങ്കിന്റെ സമയം ഏകദേശം കഴിഞ്ഞു. 1 മിനിറ്റ് താഴെയുള്ളു. അപ്പൊ നമുക്ക് ഈ ലിങ്ക് കഴിഞ്ഞാലും അടുത്ത ലിങ്ക് എന്ത് ചെയ്യും, നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആവും കേട്ടോ. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കും, നിങ്ങൾക്ക് അയക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമാണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, നമുക്ക് ഈ ലിങ്ക് ഞാനിപ്പോ എന്ത് ചെയ്യും, ഇപ്പൊ തന്നെ കട്ടായി പോകും. കട്ടായി കഴിഞ്ഞാൽ ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കയറുക. ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാൻ വരാം. ഇപ്പൊ തന്നെ കട്ടാവും കേട്ടോ. ഓക്കെ.